ഹലോ, അപ്പം നമുക്ക് സെം 2 സ്റ്റാർട്ട് ചെയ്യാം. കോഴ്സ് കോഡ് ഇതാണ്. കോഴ്സ് നെയിം വരുന്നത് തിയറി ഓഫ് ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ജിയോമെട്രി. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എൽ ഹോസ്പിറ്റൽസ് റൂള്. അപ്പം എന്താണെന്ന് നോക്കാം. If limit x tends to 0, f of x is equal to f of a is equal to 0. And limit x tends to 0, g of x is equal to g of a is equal to 0. രണ്ടും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x tends to a, f of x divided by g of x നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ലിമിറ്റ് x tends to a, f dash of x divided by g dash of x. ഓക്കെ, അപ്പൊ സിംപ്ലി ഇത്രയേ ഉള്ളു. എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്താന്ന് വെച്ചാൽ ഇത് നോക്കിയേ, ഇവിടെ ലിമിറ്റ് x tends to a അല്ലേ, f of x divided by g of x ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to a, കണ്ട എക്സ് എന്താണ്, എയിലേക്ക് തന്നെയാണ് ടെൻഡ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ എഫ് ഓഫ് എക്സ് ആയിരുന്നു, കണ്ട അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇവിടെ ജി ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഇതാണ് എൽ ഹോസ്പിറ്റൽസ് റൂള്. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്നും കൂടി ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയൊരു എക്സാമ്പിൾ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എക്സ് ടെൻസ് ടു 1 ആണ് എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. എക്സാക്ട്ലി എക്സിന്റെ വാല്യൂ 1 എന്നല്ല അവിടെ പറയുന്നത്, എക്സിന്റെ വാല്യൂ 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു, 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, എക്സിന്റെ വാല്യൂ 1 എന്നും പറഞ്ഞെടുക്കും. അപ്പൊ നമുക്കിവിടെ എക്സിന് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 0, ഡിനോമിനേറ്ററിലും 0 എന്ന് വരും. 0 ബൈ 0 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനിയാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളിവിടെ എക്സിന് 1 കൊടുത്തപ്പോഴത്തേക്ക് 0 ബൈ 0 എന്ന് കിട്ടി. 0 ബൈ 0 എന്ന് വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ഇതിന് മാറ്റമൊന്നുമില്ല. എക്സ് എന്താണ്, 1ലേക്ക് തന്നെയാണ് ടെൻഡ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 1, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. എഫ് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും? ഫസ്റ്റ് നമുക്ക് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നോക്കാം. അത് 2x ആണ് അല്ലെ, 2x. ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് അതുപോലെ ഇടുക. അടുത്ത 1ന്റെ ഡെറിവേറ്റീവ് 0 അല്ലെ. 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അറിയാലോ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നോക്കിയേ, എക്സ് മൈനസ് 1, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എങ്ങനെ എടുക്കാം? എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 0 അല്ലെ. ഇതാണ് എൽ ഹോസ്പിറ്റൽസ് റൂള്. 0 ബൈ 0 ഫോം വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം? എക്സ് ടെൻഡ് ചെയ്യുന്ന വാല്യൂലൊന്നും മാറ്റമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എന്ത് ചെയ്യണം? ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടി നോക്കി എന്ത് ചെയ്യും? ക്ലിയർ ആകും. അപ്പൊ ഇത് നമുക്ക് എന്ത് വരും ഇടാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, 2x ഡിവൈഡഡ് ബൈ 1 2x എന്ന് വരല്ലേ. ഇനി നമ്മൾ എന്താണ്, എക്സിന് 1 കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. ഇസ് ഈക്വൽ ടു 2 into 1 equal to 2.
ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ വരുന്നത്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2² - 4 ഡിവൈഡഡ് ബൈ 2 - 2 ഇസ് ഈക്വൽ ടു മുകളിൽ എന്ത് വരും? 0 എന്ന് വരും, താഴെയും 0. കണ്ട ഇവിടെ എന്താണ്? 0/0 ഫോം വന്നു. 0/0 വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇതിന് മാറ്റമൊന്നുമില്ല, എക്സ് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂവിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ നോക്കിയേ, x² - 4. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ആ സിമ്പിൾ x² ഡെറിവേറ്റീവ് 2x. കണ്ടോ, നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. x² ഡെറിവേറ്റീവ് 2x മൈനസ് 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? ഫസ്റ്റ് നമുക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് നോക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 0 അല്ലെ? സെയിം സാധനം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 2x എന്ന് വരും ഇസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എന്ത് വരും? 2 × 2 അല്ലെ? 2 × 2. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2 × 2 ഇസ് ഈക്വൽ ടു 4. ഓക്കെ അല്ലേ? അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin² x ഡിവൈഡഡ് ബൈ x². അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഇവിടെ 0 കൊടുക്കുക അല്ലെ? എക്സിന് 0 കൊടുക്കുക, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? ഇസ് ഈക്വൽ ടു sin² 0 ഡിവൈഡഡ് ബൈ 0². ഓക്കെ, ഇസ് ഈക്വൽ ടു sin² 0. ഇവിടെ നമുക്കറിയാം sin 0 എന്ന് പറയുന്നത് 0 ആണല്ലേ? നമുക്കറിയാം sin 0 ഇസ് ഈക്വൽ ടു 0. അപ്പൊ sin² 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? sin² 0 എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ? 0² തന്നെയാണ്, അതിന്റെ വാല്യൂ 0. അപ്പം ന്യൂമറേറ്ററിൽ 0 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലും 0. കണ്ടോ? അപ്പൊ നമ്മളിവിടെ എക്സിന് 0 കൊടുത്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി? 0/0 എന്ന് വന്നു അല്ലെ? 0/0 എന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്യുക? എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin² x ഡെറിവേറ്റീവ് എന്താണ്? sin² x ഡെറിവേറ്റീവ് എന്താണ്? sin² x ഡെറിവേറ്റീവ് എന്ത് വരും? 2 sin x. 2 sin x. sin x ഡെറിവേറ്റീവ് cos x. ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? നമുക്കറിയാം d/dx ഓഫ് x². x² ഡെറിവേറ്റീവ് എന്താണ്? x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. 2x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് x² ഡെറിവേറ്റീവ് 2x എന്ന് കിട്ടുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? x² ഡെറിവേറ്റീവ് 2x. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1, ഫൈനലി നമുക്ക് 2x എന്ന് കിട്ടും. അപ്പൊ അതുപോലെ d/dx ഓഫ് sin² x എന്ത് വരും? ഇസ് ഈക്വൽ ടു sin² x അല്ലെ? ഇവിടെ x² എന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ 2x അല്ലെ? x² എന്ന് വന്നപ്പോൾ 2x. അപ്പൊ sin² x എന്ന് വരുമ്പോഴത്തേക്ക് എന്ത് വരും? 2 sin x അല്ലെ? 2 sin x. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയേ, x². ഈ 2 നമ്മൾ ആദ്യം എഴുതി ഇൻറ്റു എക്സ്, അതാണ് 2x. അപ്പോൾ ഇവിടെ sin² x എന്ത് വരും? 2 നമ്മൾ ആദ്യം എഴുതി ഇൻറ്റു sin x. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? sin x ഡെറിവേറ്റീവ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഇവിടെ sin x ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. sin x ഡെറിവേറ്റീവ് cos x. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. x² ഡെറിവേറ്റീവ് എങ്ങനെ എടുത്ത്? ഫസ്റ്റ് നമ്മൾ 2x എന്ന് എഴുതി ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, നമുക്ക് എന്ത് കിട്ടി? 2x എന്ന് കിട്ടി. അതുപോലെ sin² x 2 sin x എന്ന് എഴുതി sin x ഡെറിവേറ്റീവ് cos x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു.
അപ്പൊ നമുക്ക് 2 sin x cos x എന്ന് വന്നു. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ് 2x ആണ് അല്ലെ, 2x. ഓക്കെ അല്ലേ? പിന്നെ നമുക്കിവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് ഈസ് ഈക്വൽ ടു എക്സിന്റെ പ്ലേസിൽ 0 എടുത്താൽ എന്ത് വരും? സൈൻ 0 ഇൻറ്റു കോസ് 0 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും അല്ലേ? ഇങ്ങനെ വരും അല്ലേ? ഇസ് ഈക്വൽ ടു സൈൻ 0യുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇൻറ്റു കോസ് 0 1 ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? 0. അപ്പൊ ഇതെന്താണ്? 0/0 ഫോം ആണ് അല്ലെ? 0/0 ഫോം ആണ്. അപ്പൊ ആദ്യം നമുക്ക് 0/0 എന്ന് കിട്ടി, രണ്ടാമതും 0/0 എന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്യുക? ഒരു തവണ കൂടി എന്ത് ചെയ്യുക? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. പ്രശ്നമൊന്നുമില്ല. ഒരു തവണ കൂടി എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നോക്കിയേ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലെ? സൈൻ എക്സ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇവിടെ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. എന്തുവരും? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം? കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലെ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ അല്ലേ? അപ്പൊ ഫൈനലി എന്ത് വരും? ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇതെങ്ങനെ എഴുതാം? മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലെ? മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇവിടെ എന്തുണ്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ 0 പ്ലസ് കോസ് സ്ക്വയർ 0. ഓക്കെ, നമുക്കറിയാം സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 0 എന്താണ്? 0. ഇവിടെ -0 അല്ലെങ്കിൽ 0 എന്ന് വരും. പ്ലസ് കോസ് 0യുടെ വാല്യൂ 1. അപ്പൊ കോസ് സ്ക്വയർ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ 0 + 1 എന്ന് വരും. ഫൈനൽ ആൻസർ 1. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എക്സിന് 0 എടുത്തപ്പോഴത്തേക്ക് 0/0 എന്ന ഫോമാണ് വന്നത്. അപ്പൊ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് രണ്ടാമതും നമുക്ക് 0/0 എന്ന് കിട്ടി. അപ്പൊ അത് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എന്താണ്? ഒരു തവണ കൂടി എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ പ്രൊഡക്റ്റ് റൂളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നോക്കിയേ, d/dx ഓഫ് u ഇൻറ്റു വി. കണ്ട, u എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, v എന്ന് പറയുന്നതാണ് അടുത്തൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് പ്രൊഡക്റ്റ് റൂൾ എന്ന് വന്നത് അല്ലെ? പ്രൊഡക്റ്റ് റൂൾ u ഇൻറ്റു വി. ഇതെങ്ങനെ വരും ഇടാം? u ഇൻറ്റു വി ഡാഷ് പ്ലസ് v ഇൻറ്റു യു ഡാഷ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, എന്തുവരും? ഇവിടെ നമുക്ക് എക്സിന് 0 എടുത്ത് നോക്കാം. അപ്പൊ എന്തുവരും? ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ 0 ഇസ് ഈക്വൽ ടു 0/0. അപ്പൊ നമുക്കിവിടെ 0/0 ഫോം വന്നു.
എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പൊ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും? ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ 2. സൈൻ എക്സ് ബൈ 2. ഓക്കെ അല്ലേ? സൈൻ എക്സ് ബൈ 2. സൈൻ എക്സ് ബൈ 2x. സോറി, സൈൻ എക്സ് ബൈ 2x. അപ്പം ഇവിടെ നമ്മൾ എക്സിന് 0 എടുക്കുവാണെങ്കിൽ ഇതെന്ത് വരും? എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 0/0 എന്നേ വരത്തുള്ളൂ അല്ലേ? 0/0 എന്നേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു തവണ കൂടി എന്ത് ചെയ്യുക? എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. ഓക്കെ അല്ലേ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2xന്റെ ഡെറിവേറ്റീവ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ 0 എടുക്കാം. അപ്പൊ എന്ത് വരും? കോസ് 0 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ 1/2 എന്ന് വരും. ഓക്കെ അല്ലേ? ഫൈനൽ ആൻസർ 1/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? എക്സ് ടെൻസ് ടു 0 മൈനസ് എന്നാണ് കിടക്കുന്നത്. മൈനസ് എന്ന് കിടന്നെന്ന് പറഞ്ഞാൽ എന്താ? വലിയ മാറ്റമൊന്നുമില്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുവാണ്. എക്സിന്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യാണ്. എങ്ങനെയാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? ലെഫ്റ്റിൽ നിന്നുമാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്നും 0യിലേക്ക് എക്സിന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു നമ്പർ ലൈൻ വരക്കുവാണെങ്കിൽ ഇവിടെയാണ് 0. ഓക്കെ, ഇവിടെയാണ് 0. അപ്പൊ എക്സിന്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. കണ്ടാ? 0യിലേക്ക് എന്താണ്? ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഈ പ്രശ്നത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതാം. കുഴപ്പമൊന്നുമില്ല. ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ ഈ എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ 0 അല്ലെ? ടാൻ 0യുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പൊ മേളിൽ 0 വരും. 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും 0 എന്ന് വരും. 0/0. അപ്പൊ ഇനി ഞാൻ പറയുന്നതിൽ എന്താണ്? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, 2x. അപ്പൊ എന്ത് വരും ഇവിടെ? സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2x. ഇതിന് വേണമെങ്കിൽ നമുക്കറിയാം cos x എന്ന് പറയുന്നത് cos x is equal to 1/sec x. cos x എന്ന് പറയുന്നത് 1/sec x ആണ്. അപ്പൊ നമുക്ക് sec x എങ്ങനെ എഴുതാം? sec x is equal to 1/cos x. 1/cos x. അങ്ങനെയാണെങ്കിൽ sec സ്ക്വയർ x is equal to 1 divided by cos സ്ക്വയർ x. ഓക്കെ, അപ്പൊ sec സ്ക്വയർ എക്സിനെ നമുക്ക് 1/cos സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? is equal to limit x tends to 0 1 divided by 2x into 1 divided by 2x into cos സ്ക്വയർ എക്സ്. ഇങ്ങനെ എഴുതാം. ക്ലിയർ അല്ലേ? 1 divided by 2x into cos സ്ക്വയർ എക്സ്.
അപ്പൊ നമ്മളിവിടെ എക്സിന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് 0 എടുത്ത് നോക്കാം. ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0 ഇൻറ്റു കോസ് സ്ക്വയർ 0 അല്ലെ. കോസ് സ്ക്വയർ 0 ഇസ് ഈക്വൽ ടു 1/0 എന്ന് വരും. 1/0 എന്ന് വരും. 1/0. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തപ്പോഴത്തേക്ക് 0/0 എന്നല്ല വന്നത് അല്ലെ. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇവിടെ 0/0 എന്ന് വന്നത്. അപ്പൊ നമ്മൾ ഒരു തവണ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് രണ്ടാമത് നമുക്ക് എന്ത് കിട്ടി, 1/0 എന്നാണ് കിട്ടിയത് അല്ലെ. 1/0 നമുക്കറിയാം എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഇവിടെ 0/0 എന്നായിരുന്നു കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, ഒരു തവണ കൂടി എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ 0/0 എന്നല്ല കിട്ടിയത്, 1/0 എന്നാണ് കിട്ടിയത്. 1/0 എന്നാണ്, നോട്ട് ഡിഫൈൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം, therefore ഇവിടെ നിന്നാണ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ എന്താണ്, ലിമിറ്റ് ഇല്ല. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് റൈസ് ടു -4/3 ഡിവൈഡ് ബൈ സൈൻ 1/x. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലെ. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നമ്പർ അല്ല, പ്ലസ് ഇൻഫിനിറ്റി അല്ലെ. എക്സ് ടെൻഡ് ചെയ്യുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ്. അല്ലാതെ എക്സ് എന്താ ഒരു നമ്പറിലേക്കൊന്നും അല്ല ഇവിടെ ടെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ന്യൂമറേറ്റർ നോക്കിയേ, എക്സ് റൈസ്ഡ് ടു -4/3 അല്ലെ. നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. നോക്കിയേ, എക്സ് റൈസ്ഡ് ടു -4/3. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയേ, ഈക്വൽ ടു 1/, കണ്ട ഇവിടെ മൈനസ് ആണ്. അപ്പൊ നമുക്ക് 1/x റൈസ്ഡ് ടു 4/3 എന്ന് എഴുതാം. സിംപ്ലി ഇത്രയുള്ള ജനറൽ ഇങ്ങനെ എഴുതാം. നോക്കിയേ, എക്സ് റൈസ്ഡ് ടു -a നമുക്ക് ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 1/x റൈസ്ഡ് ടു a. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളിവിടെ മാറ്റി എഴുതുവാണെങ്കിൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ്ഡ് ടു 4/3 all divided by sin of 1/x. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ നോക്കിയാണ്, എക്സ് ടെൻഡ് ചെയ്യുന്നത് പ്ലസ് ഇൻഫിനിറ്റി അല്ലെ. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, വെൻ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി നമ്മുടെ ന്യൂമറേറ്റർ എന്ത് വരും, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1/x റൈസ്ഡ് ടു 4/3 അല്ലെ. 1/x റൈസ്ഡ് ടു 4/3. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എക്സിന്റെ വാല്യൂ എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നമ്പർ ലൈൻ നോക്കുവാണെങ്കിൽ ഇതാണ് എക്സ് അല്ലെ, ഇത് എക്സ് ആണെന്ന് അർത്ഥം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്, ഇങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. എക്സിന്റെ വാല്യൂ എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1/x റൈസ്ഡ് ടു 4/3 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/x റൈസ്ഡ് ടു 4/3 വാല്യൂ കുറഞ്ഞു വരും. കാരണം എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. നോക്കിയേ, എക്സിന്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എക്സിന്റെ വാല്യൂ നോക്കിയേ, ആദ്യം ഒരു 2 ആയിരുന്നു, പിന്നെ അത് 8 ആയി, പിന്നെ അതൊരു 100 ആയി എന്ന് ഓർത്തോ. അപ്പൊ നമ്മുടെ 1/xന്റെ വാല്യൂ എന്ത് വരും, 1/xന്റെ വാല്യൂ എന്ത് വരും, 1/xന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1/2, രണ്ടാമത് 1/8 അല്ലെ, മൂന്നാമത് 1/100 കണ്ട 1/2, അതിനേക്കാൾ ചെറുതാണ് 1/8, അതിനേക്കാൾ ചെറുതാണ് 1/100. അപ്പൊ എക്സിന്റെ വാല്യൂ കൂടി പോകുമ്പോഴത്തേക്ക് 1/xന്റെ വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ അല്ലേ. എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 1/xന്റെ വാല്യൂ കുറഞ്ഞു വരും. എക്സിന്റെ വാല്യൂ കൂടുമ്പോഴത്തേക്ക് 1/xന്റെ വാല്യൂ
കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൻ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x⁴/3 എന്ത് ചെയ്യും? കുറഞ്ഞു വരും. 1/x⁴/3 കുറഞ്ഞ് ഫൈനലി എന്താകും? അത് ഈക്വൽ ടു 0 ആകും അല്ലെ? കുറഞ്ഞു അവസാനം എന്തായിരിക്കും? 0 ആകും. കുറഞ്ഞ് 0 ആകും. ഓക്കെ അല്ലേ? ഇനി അപ്പം എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡിനോമിനേറ്റർ നോക്കിയേ, സൈൻ ഓഫ് 1/x എന്താകും? എന്തുവരുടെ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് 1/x എന്തായി മാറും? 1/x 0 ആകും അല്ലെ? നമുക്കറിയാം. അപ്പം സൈൻ 0 എന്താണ്? 0. ഓക്കെ, കണ്ട സൈൻ 0 0. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? 1/xന്റെ വാല്യൂ കുറഞ്ഞു വരും. കുറഞ്ഞ് എന്താകും? 1/xന്റെ വാല്യൂ 0 ആകും. 1/x⁴/3 എന്ന് പറയുന്നത് എന്താണ്? 1/xന്റെ ഒരു ഫോമിലല്ലേ? അതെന്താകും? 0 ആകും. ഓക്കെ, അപ്പൊ 1/xന്റെ വാല്യൂ ഇപ്പൊ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് 1/x എന്ത് വരും? സൈൻ ഓഫ് 1/xന്റെ പ്ലേസിൽ 0 കൊടുക്കുക. സൈൻ 0 എന്താണ്? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇസ് ഈക്വൽ ടു നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി x⁻⁻³ സൈൻ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ എന്ത് വരും? ന്യൂമറേറ്റർ 0 ആണ്, ഡിനോമിനേറ്ററും 0 വന്ന് കണ്ട. ഇവിടെ 0/0 ഫോം. എന്ത് ചെയ്യണം? എൽ ഹോസ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി x⁻⁻³ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 1/x അല്ലെ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി x⁻⁻³ ഡെറിവേറ്റീവ് എന്ത് വരടാ? x⁻⁻³ ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം. d/dx ഓഫ് d/dx ഓഫ് x⁻⁴n d/dx ഓഫ് x⁻⁴n എന്താണ്? nx⁻n-1. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് x⁻⁻³ എന്ത് വരും? ഇസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് ഇവിടെ -4/3 ഇൻറ്റു x⁻⁻³ -4/3 ഇസ് ഈക്വൽ ടു -4/3 x⁻⁴ ഇതെന്ത് വരുവാടാ? -4/3 -1 എന്ന് പറയുമ്പോഴത്തേക്ക് -7/3 ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഞാൻ മാറ്റി എഴുതാം. നോക്കിയേ, -4/3 ഇൻറ്റു x⁻⁻n/3 നമുക്ക് എങ്ങനെ എഴുതാം? 1/x⁻⁷3 അല്ലെ? ഇങ്ങനെ എഴുതാം. ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 1/x ഓക്കെ. സോറി, ഇനി എന്താണ്? നമ്മള് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു അല്ലേ എഴുതേണ്ടത്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ 1/xന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്കറിയാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് കോസ് ഓഫ് 1/x ഇൻറ്റു ഇവിടെ എക്സ് അല്ലല്ലോ, 1/x അല്ലേ? അപ്പൊ നമ്മൾ 1/xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x². ഓക്കെ അല്ലേ? നമുക്ക് ഈ മൈനസും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഫംഗ്ഷൻ ഇങ്ങനെ വരും അല്ലെ?
ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ നോക്കിയേ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, എക്സിന്റെ വാല്യൂ എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, 1/എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞ് കുറഞ്ഞ് അവസാനം എന്താകും, 0 ആകും. നമ്മൾ എന്താണ് നോക്കിയതാണ് അല്ലെ, ഇവിടെ നമ്മൾ നോക്കിയതാ. വെൻ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 1/x റൈസ്ഡ് ടു 4/3, അല്ലെങ്കിൽ 1/x എന്ന് പറയുന്നതാകും കുറഞ്ഞ് 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 0 ആകും. ഓക്കെ, അപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ ഇവിടെ എന്ത് വരും, ഇവിടെ 4/3 ഇൻറ്റു 4/3 ഇൻറ്റു 1/x റൈസ്ഡ് ടു 7/3 എന്ന് പറഞ്ഞ എന്താകും, കുറഞ്ഞ് 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 0 വരും. ഡിവൈഡഡ് ബൈ ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ. ഇസ് ഈക്വൽ ടു, ഞാൻ ഒന്നുകൂടെ എഴുതാവേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് 4/3 ഇൻറ്റു 1/x റൈസ്ഡ് ടു 7/3. ഓക്കെ, ഡിവൈഡഡ് ബൈ കോസ് ഓഫ് 1/x, കോസ് ഓഫ് 1/x. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/x സ്ക്വയർ അല്ലെ, 1/x സ്ക്വയർ എന്ന് പറയുന്നത് x റൈസ്ഡ് ടു -2 ആണ്. ഓക്കെ, x റൈസ്ഡ് ടു -2. അപ്പൊ നമുക്ക് ഇതിന് ഇവിടെ ഇപ്പം x റൈസ്ഡ് ടു -2, ഇതിപ്പോ ഇവിടെ x റൈസ്ഡ് ടു -2 ആണെന്ന് ഓർത്തും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മേളിലേക്ക് വരുമ്പോ എന്താകും, മേളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻറ്റു x റൈസ്ഡ് ടു 2 എന്ന് വരും അല്ലെ, x റൈസ്ഡ് ടു 2 എന്ന് വരും. ഓക്കെ അല്ലേ, x റൈസ്ഡ് ടു 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇത് അപ്പുറത്തൊന്ന് എഴുതാവേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ത് വരും, 4/3 ഇൻറ്റു 1/x റൈസ്ഡ് ടു 7/3 അല്ലെ, 7/3 ഇൻറ്റു x റൈസ്ഡ് ടു 2 ഡിവൈഡഡ് ബൈ കോസ് ഓഫ് 1/x അല്ലെ, കോസ് ഓഫ് 1/x. ഇങ്ങനെയാണ് നമുക്ക് വന്നത്. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് is equal to limit x tends to plus infinity 4/3 into ഇത് നോക്കിയാടാ, ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ്ഡ് ടു 7/3 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു എക്സ് റൈസ്ഡ് ടു 2 മൈനസ് 7/3 അല്ലെ, 2 മൈനസ് 7/3, എക്സ് റൈസ്ഡ് ടു 2 മൈനസ് 7/3 എന്ത് വരും, ഇസ് ഈക്വൽ ടു എക്സ് റൈസ്ഡ് ടു 3 ഇൻറ്റു 2 6, 6 മൈനസ് 7 -1/3, എക്സ് റൈസ്ഡ് ടു -1/3. അപ്പൊ നമുക്ക് ഇൻറ്റു എക്സ് റൈസ്ഡ് ടു -1/3 ഓൾ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് 1/x. ഓക്കെ അല്ലേ, അപ്പൊ ഇനി നമുക്കിവിടെ നോക്കാം, എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലെ, എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി. നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി മാറ്റാവേ, ഒന്നുകൂടെ മാറ്റാവേ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി 4/3 ഇൻറ്റു എക്സ് റൈസ്ഡ് ടു -1/3 എന്ന് പറയുന്നത് 1/x റൈസ്ഡ് ടു 1/3 ആണ്, ഡിവൈഡഡ് ബൈ കോസ് ഓഫ് 1/x. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, എക്സിന്റെ വാല്യൂ എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്, എക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്കറിയാം 1/xന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും.
1/xന്റെ വാല്യൂ കുറഞ്ഞ് കുറഞ്ഞ് 0 ആകും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 1/x റേസ്ഡ് ടു 1/3 എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ കോസ് ഓഫ് 1/xന്റെ വാല്യൂ എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ കുറഞ്ഞു കുറഞ്ഞ് 1/x എന്താകും? 0 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ 0 എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കോസ് 0യുടെ വാല്യൂ എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ഇവിടെ 0/0 എന്നല്ല കേട്ടോ കിട്ടിയത്, 0/1 എന്നാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 0. 0/1 എന്താണ്? 0 കേട്ടോ. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നത് 0. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിമ്പിൾ കാര്യം അറിഞ്ഞാൽ മതി. എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ 1/xന്റെ വാല്യൂ എന്ത് വരും? 1/xന്റെ വാല്യൂ 0 എന്ന് വരും. 1/xന്റെ വാല്യൂ 0 എന്ന് വരും. ഈ ഒരു കാര്യം അറിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ.